വേണ്ട രേവതി, പറ്റിപ്പോയതാ, സോറി. മോഹൻ വീഡിയോ എടുക്ക്. ശരി സാർ. അടിക്ക് രേവതി. ഒരടി കൊടുത്തതോടെ നിന്റെ ദേഷ്യം മൊത്തം തീർന്നോ? രേവതി, ദേഷ്യം തീരുന്നവരെ അടിക്കും. ഇനി പെൺകുട്ടികളെ മുഖത്ത് നോക്കാൻ പോലും ഇവന് ധൈര്യം വരരുത്. ജയന്തി ചേച്ചിയുടെ വീഡിയോ ഇയാളുടെ മൊബൈലിലുണ്ട്. ജയന്തി ചേച്ചിയെ കുറിച്ച് ഇയാൾ മോശം പറഞ്ഞിട്ടുണ്ട്. ഇനി നീ ആരെ കുറിച്ച് മോശം പറയില്ല. മോശം പറയാൻ തോന്നുമ്പോ എന്റെ കൈകൊണ്ട് കിട്ടിയതിന്റെ ചൂട് നിനക്ക് ഓർമ്മ വരും. കൈലേഷ് സർ, ഇയാൾ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ടാവും. ഇയാൾ എന്നെ നോട്ടം വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഇയാൾ അടിക്കണം. എന്റെ പെർമിഷൻ എന്തിനാ? സൗന്ദര്യം, നിങ്ങൾ എല്ലാവരും ഇവനെ അടിക്കണം. നിങ്ങളെല്ലാവരോട് ഇവൻ ചെയ്ത തെറ്റിന് നിങ്ങളെല്ലാവരും ഇവന് ശിക്ഷ കൊടുക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും കൈ ഇവന്റെ കരണത്ത് വീഴണം. നീ എന്താ മാറി നിൽക്കുന്നേ? രഘുവിനെ തല്ലാൻ നിനക്ക് മനസ്സ് വരുന്നില്ല അല്ലേ? നിന്റെ കണ്ണിൽ പ്രിയനാണല്ലോ തെമ്മാടി. രഘു നിന്റെ കണ്ണിൽ പരമശുദ്ധനാണല്ലോ. പ്രിയൻ ഒരിക്കലും ഇതുപോലുള്ള ചെറ്റത്തരം ചെയ്യില്ലാന്ന് ഞാനന്ന് നിന്നോട് പറഞ്ഞതല്ലേ? നീ കേട്ടോ? നീ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ പ്രിയന് പോലീസിന്റെ തല്ല് കൊള്ളേണ്ടി വരുമായിരുന്നോ? പ്രിയനെ കുറ്റക്കാരനാക്കിയത് തെറ്റായി പോയിന്ന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയനെ പോലെ ഒരാളെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള അവസരം ഇത്. രഘുവിന്റെ കർണത്ത് നിന്റെ അടിയും വീഴണം. അടിക്കേ, ചെല്ലേ. ഞങ്ങൾ ഈ ചെറ്റി തല്ലുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? പ്രിയചേട്ടന് ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സമ്മതിക്കാൻ ഇപ്പോഴും നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അല്ലേ? ഇനി എന്നെ തല്ലരുത്, ഞാൻ ചത്തു. തല്ലരുത്. നീ തെറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് നീ കള്ളസാക്ഷി പറയിപ്പിച്ചില്ലേ? നീ ചത്തുപോവാ തന്നെയാ വേണ്ടത്. മതി, മതി. Stop it. കേട്ടില്ലേ? മതി. മോഹൻ, ഇവൻ ക്യാമറ നോക്കി മാപ്പ് പറയും. അത് ഷൂട്ട് ചെയ്യണം. രഘു, മാപ്പ് പറയും. നീ ചെയ്ത തെറ്റ് തുറന്നു പറഞ്ഞ് ക്യാമറ നോക്കി മാപ്പ് പറയും. പറയാം, ഞാൻ പറയാം. ഇനി എന്നെ തല്ലരുത്. എന്നാ പറയ്. ഞാൻ ജോലി ചെയ്യുന്ന ഗാർമെന്റ്സിലെ ലേഡീസ് ഡ്രസ് ചെയ്യുന്ന സ്ഥലത്ത് മൊബൈൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ച് ഞാൻ വീഡിയോ എടുത്തു. പ്രിയനാണത് ചെയ്തതെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. പാർവതിയെ കൊണ്ട് പോലീസിനോട് അങ്ങനെ പറയിപ്പിക്കുകയും ചെയ്തു. ആ വീഡിയോ കാണിച്ച് രേവതിയെ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. എല്ലാവരും എനിക്ക് മാപ്പ് തരണം. എല്ലാവരും എനിക്ക് മാപ്പ് തരണം. മതി. പ്രിയൻ, ഇവനെ കഴുത്തിന് പിടിച്ച് പുറത്താക്ക്. പ്രിയ, ആ ജോലി ഞാൻ ചെയ്തോളാം. ഇതെന്റെ കടമയാ. കരുണാകരൻ സർ, വേണ്ട. രഘു മാപ്പ് പറഞ്ഞില്ലേ? ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ? രഘുവിനോട് ക്ഷമിച്ചേക്കും. ഇയാൾക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ? ഇത്രയും വലിയ തെമ്മാടിത്തരം ചെയ്യുമ്പോ കുടുംബവും കുട്ടികളുണ്ടെന്ന് ഇവൻ ഓർത്തോ? ഇവനെ പോലുള്ളവരോടൊന്നേ ദയ കാണിക്കാൻ പാടില്ല മാഡം. കരുണാകരൻ സർ, വേണ്ട മാഡം. ഈ നാരിക്ക് വേണ്ടി ആര് വാദിച്ചാലും ഞാൻ കേൾക്കില്ല. വാടാ ഇങ്ങോട്ട്. പാർവതി, പ്രിയനാണ് തെറ്റുകാരനെന്ന് ഇനി നീ പറയോ?
പ്രിയൻ, രഘുവിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണോടെ അത് ഞാൻ സൂക്ഷിച്ചോളാം. പ്രിയൻചേട്ടനോട് എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പറയാനോ? എന്നോടോ? നിന്റെ കൂടപ്പിറപ്പ് നിനക്കൊരു സഹായം ചെയ്താ നീ നന്ദി പറയൂ? എല്ലാരും പോയി ജോലി ചെയ്യ്.